നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ അർബൻ നിധി തട്ടിപ്പ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രഹസനം മാത്രമെന്നും ശോഭ സുരേന്ദ്രൻ. കോൺഗ്രസിൽ നടക്കുന്നത് തമ്മിലടി. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും ഇതുവരെ തയ്യാറെടുപ്പുകളൊന്നുമായില്ലെന്നും KPCC പ്രസിഡന്റ്. വരും തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് അതിജീവനത്തിന്റേതെന്നും K. സുധാകരൻ. കേരളീയം പരിപാടിയുടെ പേരിൽ നടക്കുന്നത് ധൂർത്ത്. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും സർക്കാരിന് നിസ്സംഗതയെന്നും VD സതീശൻ. വാർത്തകൾ വിശദമായി. കണ്ണൂർ അർബൻ നിധി സാമ്പത്തിക തട്ടിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഹസനമാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. പ്രധാന പ്രതി തൃശൂരുകാരനായ ആന്റണിക്ക് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുകാരായ 2 CPM നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. 85 കോടി രൂപയോളം അർബൻ നിധിക്ക് ഡെപ്പോസിറ്റായി ലഭിച്ചിട്ടുണ്ടെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ അർബൻ നിധി തട്ടിപ്പ് ഏതാണ്ട് അവർ വളരെ വിദഗ്ധമായിട്ട് ഈ തട്ടിപ്പ് നടത്തിയിട്ട് 1.5 വർഷത്തിലധികം കഴിഞ്ഞു. നിധി കമ്പനി തുടങ്ങിയിട്ട് 6 മാസക്കാലത്തോളം ഇവിടെയുള്ള ഡെപ്പോസിറ്റ് കൊടുത്ത ആളുകൾക്കൊന്നും തന്നെ സംശയം തോന്നിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും ശമ്പളം കിട്ടാത്ത ഒരു സാഹചര്യം വരികയും അവർ അതിനകത്ത് നടന്ന മറ്റു പല കാര്യങ്ങൾ, അതായത് അവിടെ കളക്ഷൻ ഏജൻ്റായിരുന്ന ചില വ്യക്തികളുമായിട്ട് എനിക്ക് നേരിട്ട് സംസാരിക്കാൻ സാധിച്ചപ്പോൾ അവർ പറഞ്ഞത് 2000 രൂപയുടെ നോട്ട് നിരോധിച്ചതിന് ശേഷം ചാക്കിൽ നിരവധിയായിട്ടുള്ള ചാക്ക് കെട്ടുകളിൽ നോട്ട് കൊണ്ടുവരികയും അതവിടെ ഇരുന്ന് എണ്ണിയെടുക്കുകയും ATM കൗണ്ടർ തന്നെ നമുക്ക് തുടങ്ങാം എന്നൊക്കെ അവിടെയുള്ള ജോലിക്കാരെ പ്രലോഭിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ അർബൻ നിധി കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ക്രൈംബ്രാഞ്ചിന് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇവിടെ നിന്ന് സ്വരൂപിച്ചിട്ടുള്ള പണം വിദേശത്തേക്ക് കൊണ്ടുപോവുകയും വിദേശത്ത് വസ്തുവകകൾ വാങ്ങുകയും വിദേശത്ത് ബിസിനസ്സിൽ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് വിദേശത്തുള്ളവരുടെ ഭാഗത്തു നിന്ന് പോലും അറിവുകൾ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ 3 പേരെ ജയിലിനകത്തിടുകയും ഇപ്പോൾ ഏറ്റവും അവസാനം ജോലിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കൂടി കേസിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരും ജയിലിനകത്ത് പോയിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു 30,000 രൂപ ശമ്പളം 40,000 രൂപ ശമ്പളം കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ജോലിക്ക് വന്ന ആളുകളല്ല ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ എന്നുള്ളതാണ്. അർബൻ നിധി സാമ്പത്തിക തട്ടിപ്പ് കേസിന്റെ സ്വഭാവം വെച്ചു നോക്കുമ്പോൾ എന്തുകൊണ്ടും ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കേണ്ട കേസാണിത്. എന്നാൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഒളിച്ചു കളിക്കുകയാണെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. P. ചിദംബരം കുടുങ്ങിയ രാജ്യമാണിത്. 1 രൂപ പോലും കളവ് നടത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അർബൻ നിധി തട്ടിപ്പിലൂടെയുള്ള പണം കൂടി മുഖ്യമന്ത്രിയുടെ മടിശീലയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് ശോഭ സുരേന്ദ്രൻ കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുൻനിര പോരാളിയും കണ്ണൂർ DCC പ്രസിഡന്റുമായിരുന്ന സതീശൻ പാച്ചേനിയുടെ 1ാം ചരമവാർഷിക ദിനാചരണത്തിന് കണ്ണൂരിൽ തുടക്കമായി. കണ്ണൂർ പയ്യാമ്പലത്ത് സതീശൻ പാച്ചേനിയുടെ സ്മൃതി മണ്ഡപം KPCC പ്രസിഡന്റ് K. സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. സതീശൻ പാച്ചേനിയുടെ കുടുംബാംഗങ്ങളും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഈ സ്മൃതി മണ്ഡപം അനാവരണം ചെയ്തതായി ഞാൻ ആദരപൂർവ്വം അറിയിക്കുന്നു. ക്യാമറ മുന്നിൽ പോന്നു. എനിക്ക് ദിവസം സുഖം
സംസ്ഥാന നേതാക്കൾ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സതീശൻ പാച്ചേനിയുടെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പാച്ചേനി അനുസ്മരണവും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു. നവനീതം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പാച്ചേനിയുടെ വിയോഗം ഒരു വർഷത്തിന് ശേഷവും മനസ്സിനെ വല്ലാതെ അലട്ടുന്നെന്ന് കെ സുധാകരൻ. പാച്ചേനി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹമെന്നും കെ സുധാകരൻ അനുസ്മരിച്ചു. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തി പ്രസ്ഥാനത്തിന്റെ ഉന്നത സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് സതീശൻ പാച്ചേനി എന്നും സുധാകരൻ പറഞ്ഞു. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ സഫലമാക്കാൻ സാധിക്കുന്ന കഴിവുള്ള ഒരു നേതാവായിരുന്നു സതീശൻ. ശരിക്കും സതീശൻ എത്തേണ്ടിടത്ത് എത്തിയില്ല. ചെയ്യാനുള്ള എല്ലാ സേവനങ്ങളും അദ്ദേഹം ചെയ്തു. പാർട്ടിയെ പരിപോഷിപ്പിക്കാൻ അക്ഷീണം പരിശ്രമിച്ചൊരു നേതാവ്. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന് കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചു. കോൺഗ്രസിലെ പ്രവർത്തകന്മാരെ നെഞ്ചോട് കൂട്ടിച്ചേർത്ത് അവരുടെ മനസ്സിനകത്ത് വിശ്വാസത തേടി ഒരു മോഡൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നേതൃത്വമായിരുന്നു സതീശനിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന് ലഭിച്ചത്. ഒരു വലങ്കയ്യായി എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച സതീശൻ തീർത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു രോഗമൊക്കെ വന്ന് കുറേ കാലം KC മുഹമ്മദ് ഫൈസൽ സ്വാഗതം പറഞ്ഞു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി. മുഖ്യാതിഥികളായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ, K മുരളീധരൻ MP, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, അഡ്വക്കേറ്റ് T സിദ്ദിഖ് MLA, മേയർ TO മോഹനൻ, VT ബൽറാം, ഷാനിമോൾ ഉസ്മാൻ, അഡ്വക്കേറ്റ് PM നിയാസ്, അഡ്വക്കേറ്റ് K ജയന്ത്, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, N സുബ്രഹ്മണ്യൻ, ഡോക്ടർ ഷമ മുഹമ്മദ്, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സതീശൻ പാച്ചേനിയെ അനുസ്മരിച്ച് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ്. പൊതുപ്രവർത്തന രംഗത്ത് പാച്ചേനി സ്വീകരിച്ച പ്രവർത്തന ശൈലി വളർന്നുവരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നും പിന്തുടരാൻ സാധിക്കുന്നതാണെന്നും അദ്ദേഹത്തിന്റെ വീടെന്ന സ്വപ്നം കോൺഗ്രസ് KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു നൽകുമെന്നും മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. ആ സതീശേട്ടൻ്റെ വിടവ് എന്ന് പറയുന്നത് ഒരിക്കലും നികത്താൻ കഴിയുന്ന ഒന്നല്ല. സാധാരണ നമുക്ക് പറയാറുണ്ട്, ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹം ഇന്നും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് സ്ഥാനങ്ങൾ പാർട്ടി രംഗത്ത് നിരവധിയായ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയും, അങ്ങനെ വിവിധ തലങ്ങളിൽ KSUവിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പാർലമെന്ററി രംഗത്തേക്ക് പലതവണ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരവും പാർട്ടി നൽകിയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം ഒന്നും നേടാതെ പോയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇന്ന് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തൊക്കെ നിൽക്കുന്ന ആളുകൾ കൂടുതലായി സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളായി മാറുമ്പോൾ പൊതുരംഗത്ത് തൻ്റെ കറകളഞ്ഞ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു തരത്തിലുള്ള പോറലുമേൽക്കാതെ കൃത്യമായി തൻ്റെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു മുന്നോട്ട് വന്ന ഒരു പശ്ചാത്തലം കൂടി പ്രിയപ്പെട്ട സതീശേട്ടനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അക്കാര്യങ്ങളിലൊക്കെ വലിയ പ്രയാസവും നേരിട്ടിരുന്നു. അത് വ്യക്തിപരമായി അറിയുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു സ്വപ്നമായിരുന്നു അദ്ദേഹത്തിനൊരു വീട് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സുരക്ഷിതമായി തുടർന്നുള്ള ജീവിതകാലത്ത് മുന്നോട്ട് പോകുന്നതിന് ആ ഉദ്യമം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് KPCCയുടെ സമാരാധന പ്രസിഡന്റ് ശ്രീ K സുധാകരൻ MP ഉൾപ്പെടെ മുൻകൈ എടുത്തുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രിയപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെ അതിനെ മുന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വളരെ പെട്ടെന്ന് തന്നെ ഇന്നിപ്പോൾ 1ാം ചരമവാർഷിക ദിനത്തോട് അനുബന്ധിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ അർബൻ നിധി തട്ടിപ്പ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രഹസനം മാത്രമെന്നും ശോഭ സുരേന്ദ്രൻ. കോൺഗ്രസിൽ നടക്കുന്നത് തമ്മിലടി. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും ഇതുവരെ തയ്യാറെടുപ്പുകളൊന്നുമായില്ലെന്നും KPCC പ്രസിഡന്റ്. വരും തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് അതിജീവനത്തിന്റേതെന്നും K സുധാകരൻ. കേരളീയം പരിപാടിയുടെ പേരിൽ നടക്കുന്നത് ധൂർത്ത്. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും സർക്കാരിന് നിസ്സംഗതയെന്നും VD സതീശൻ.
സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധന ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധന ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാങ്ക് റോഡ് ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫാലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ, AVK നായർ റോഡ്, തലശ്ശേരി, MO റോഡ്, തൃശൂർ. കോൺഗ്രസിൽ തമ്മിലടിയാണെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ. വരുന്ന തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിജീവനത്തിന്റേതാണെന്നും സുധാകരൻ കണ്ണൂരിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ആ 3 തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ്, നിലനിൽപ്പിന്റെ പോരാട്ടം. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടം. ആ നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ നാം വേണ്ടത്ര സജ്ജരായിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ തമ്മിലടിയ, ഗ്രൂപ്പടി, ജാതിയടി, മതമടി, അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളിടയിൽ ഉണ്ടാകുന്നത് ശരിയല്ല. ഉള്ള പ്രശ്നങ്ങൾ സൗഹാർദ്ദമായി പറഞ്ഞു തീർക്കണം. പ്രശ്നങ്ങൾ തീർത്തു കൊണ്ടുപോകണം. പരസ്പരം ബഹുമാനിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥരായി നേതൃരംഗത്ത് നിൽക്കുന്നവർ മാറുന്നില്ല എങ്കിൽ ആ നിലപാട് കോൺഗ്രസിന് അനുകൂലമല്ല. നിങ്ങൾ കോൺഗ്രസിന്റെ മിത്രങ്ങളല്ല, നിങ്ങൾ കോൺഗ്രസിന്റെ ശത്രുക്കളാണെന്ന് പറയേണ്ടി വരും. സ്വതന്ത്ര പലസ്തീൻ രൂപീകരിക്കലാണ് പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു VD സതീശൻ.
പലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. സ്വതന്ത്ര പലസ്തീൻ രൂപീകരിക്കണമെന്നാണ് കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി നിലപാടെടുത്തത്. സംഘടനാ ചുമതലയുള്ള AICC സെക്രട്ടറിയും അത് വ്യക്തമാക്കിയതാണെന്ന് VD സതീശൻ പറഞ്ഞു. അത് അതിന്റെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കോൺഗ്രസിന് ഒറ്റ സ്റ്റാൻഡ്, അത് വർക്കിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അത് പാലസ്തീനിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളെ അപലപിക്കുകയും സ്വതന്ത്ര പാലസ്തീൻ ഉണ്ടാകണമെന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് എല്ലാ കാലത്തും. ആ നിലപാടിൽ ഒരു മാറ്റമില്ല. അത് വർക്കിംഗ് കമ്മിറ്റി ആ നിലപാടെടുത്തിട്ടുണ്ട്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഒരു അവ്യക്തതയും ഇല്ലാത്ത തരത്തിൽ കൃത്യമായി പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നിലപാട്. എന്നാൽ ഹമാസ് സ്വാതന്ത്ര്യ സംഘടനയാണോ തീവ്രവാദ സംഘടനയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് VD സതീശൻ പ്രതികരിച്ചില്ല. NCP പ്രസിഡന്റ് എന്ന നിലയിൽ PC ചാക്കോ പാർട്ടിക്കകത്ത് വിഭാഗീയത സൃഷ്ടിക്കുകയാണെന്ന് NCP മുൻ ജില്ലാ പ്രസിഡന്റ് VV കുഞ്ഞികൃഷ്ണൻ. കഴിഞ്ഞ കുറേ നാളുകളായി ചാക്കോ ജില്ലാതല പ്രവർത്തനങ്ങൾ വിളിച്ചു ചേർത്ത് പത്രക്കാരോട് പരസ്യമായും പാർട്ടിയുടെ കേരളത്തിലെ പാർലമെന്ററി നേതാവായ തോമസ് K തോമസിനെതിരെ പരസ്യമായി അധിക്ഷേപിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും VV കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇവിടെ NCPയുടെ പ്രവർത്തനം മറ്റ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത തരത്തിൽ വളരെയേറെ മോശമായ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പാർട്ടിയോട് കൂറുള്ള, ഇത് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ രംഗത്ത് വരുന്നത്. ശ്രീ PC ചാക്കോ പ്രസിഡൻ്റ് ആയതിനു ശേഷം പാർട്ടിയിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയും നടക്കുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം കണ്ണൂർ വരികയുണ്ടായി. സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ഇവിടെ നടക്കില്ല, അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. ആ സാഹചര്യത്തിലാണ് ഇതിന് നേരായ വഴിക്ക് നടത്തണം, ഇതിന് ഈ പാർട്ടി നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ജില്ലയിലുള്ള ആളുകൾ മാത്രമല്ല മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിൽ ഈ നേതൃത്വത്തിനെതിരെ ശ്രീ ചാക്കോവിൻ്റെ തെറ്റായ നടപടിക്കെതിരെ സംഘടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. NCPക്കകത്ത് ദേശീയ തലത്തിൽ പാർട്ടിയുടെ പേരും കൊടിയും ചിഹ്നവും സംബന്ധിച്ച് നിയമ പോരാട്ടങ്ങളിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് വരാനിരിക്കെ പാർട്ടിയെ തന്റെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള ചാക്കോവിന്റെ നീക്കത്തിന് ഭൂരിപക്ഷം പ്രവർത്തകരും കടുത്ത അസംതൃപ്തിയിലാണ്. കണ്ണൂർ ജില്ലയിലെ NCP പ്രവർത്തകർ പ്രഫുൽ പട്ടേൽ MPയോടൊപ്പമാണ്. മഹാരാഷ്ട്ര ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം സംസ്ഥാന കമ്മിറ്റികളും ജനപ്രതിനിധികളും പ്രഫുൽ പട്ടേലിന്റെ തീരുമാനത്തെയും നേതൃത്വത്തെയുമാണ് അംഗീകരിച്ചിട്ടുള്ളത്. ശരത് പവാറിന്റെ തണലിൽ കേരളത്തിലെ NCP പ്രവർത്തകരെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാൻ നീക്കമാണ് ചാക്കോവിന്റേത്. കോൺഗ്രസ് എന്ന് പറയുന്നത് പഴയതിലും ദുർബലമായ പാർട്ടിയാണ്. ഇത്തരം പാർട്ടിയിൽ ലയിക്കാനുള്ള ശ്രമം ആത്മഹത്യാപരമെന്നും NCP പ്രവർത്തകരോടുള്ള വഞ്ചനയുമാണ്. PC ചാക്കോ അഴിമതിക്കാരനാണെന്ന് പരക്കെ പറയുന്നുണ്ട്. പാർട്ടി സംസ്ഥാന തലത്തിൽ പിരിച്ചെടുത്ത ഏകദേശം 2 കോടി രൂപ ചാക്കോയും അദ്ദേഹത്തിന്റെ വിശ്വസ്തന്റെയും കൈകളിലാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. തങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരുടെ യോഗം നവംബർ 2ാം വാരത്തിൽ വിളിച്ചു ചേർക്കുമെന്നും അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ P കുഞ്ഞിക്കണ്ണൻ, NCP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രശാന്തൻ മുരിക്കോളി, NCP വൈസ് പ്രസിഡന്റ് ജോബിഷ് ജോസഫ്, NYC മുൻ ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഹരിയാനയിലെ ന്യൂസ് സംഭവവുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് സ്റ്റേറ്റ് റിപ്രഷൻ എന്ന സംഘം നടത്തിയ വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിന്റെ പ്രകാശനവും ചർച്ചയും ശനിയാഴ്ച റോയൽ ഒമേഴ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകിട്ട് 4-ന് നടക്കുമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്വേഷണ റിപ്പോർട്ട് പ്രകാശന ശേഷം നടക്കുന്ന ചർച്ചാ സംഗമം പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മീർ ഫൈസൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാനയിലെ നൂഹ് ജില്ലയിൽ അവിടെയുള്ള വിശിഷ്യ മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ സംഘപരിവാർ നേതൃത്വം നൽകുന്ന സംഘപരിവാറിൻ്റെ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ നടത്തിയ വംശീയ അതിക്രമത്തിൻ്റെ സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് റിപ്രഷൻ എന്ന പേരിലുള്ള ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി ഈ നൂഹ് ജില്ല, ഈ സംഭവങ്ങൾ നടന്ന, അതിക്രമങ്ങൾ നടന്ന സ്ഥലം സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട്
ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ആ ഒരു കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതിൻ്റെ മലയാള പതിപ്പ് പുറത്തിറക്കുന്ന ഒരു പ്രോഗ്രാമാണ് നാളെ കണ്ണൂരിൽ വെച്ചിട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്നത്. ഭരണകൂടവും സംഘപരിവാറും ചേർന്ന് നടത്തിയ വംശീയ അതിക്രമങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് ഹരിയാനയിലെ നൂഹ്. ആസൂത്രിതമായ മുസ്ലിം വിരുദ്ധ അക്രമങ്ങളിൽ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ബുൾഡോസ് ചെയ്യപ്പെട്ടു. നൂറുകണക്കിന് യുവാക്കൾ കാണാതാകപ്പെട്ടു. ഇങ്ങനെ നൂഹിലും ഗുരുഗ്രാമിലും അരങ്ങേറിയ വംശീയാതിക്രമങ്ങളുടെ നേർചിത്രമാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ടിലൂടെ അനാവരണം ചെയ്യുന്നത്. CAA സമരനായിക ലതീദ ഫർസാന, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ദേശീയ വൈസ് പ്രസിഡന്റ് നുജം PK, പ്രമുഖ മാധ്യമ പ്രവർത്തകരായ P. അംബിക, CI നൌഷാദ്, അസ്ലഖ് വടകരം, സയ്യിദ് കുതുബ്, CASR, നയീം ഗഫൂർ എന്നിവരും പരിപാടിയിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ലബീബ് കായക്കൊടി, സൽമാനുൽ ഫാരിസ്, നിജാഖ് വളപട്ടണം, മുർഷാദ് പെട്ടിപ്പാലം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നിരോധിത മയക്കുമരുന്നായ കഞ്ചാവുമായി അഴീക്കോട് ഓലാടത്ത് താഴെ സ്വദേശിയെ വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തു. അസ്കർ എന്നയാളെയാണ് 1.819 ഗ്രാം കഞ്ചാവുമായി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഓലാടത്താഴെ വച്ച് ഇയാൾ പിടിയിലായത്. പരിശോധനയിൽ ഇയാളുടെ സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇയാൾക്കെതിരെ വളപട്ടണം പോലീസ് NDPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. വിൽപ്പനക്കായി 5 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് മുമ്പും ഇയാളെ വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ നിതിൻ, ഗ്രേഡ് SI പ്രവീൺ, CPOമാരായ ജിജിനേഷ്, ഷിൻജു എന്നീ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വീണ്ടും ഒരിടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ അർബൻ നിധി തട്ടിപ്പ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രഹസനം മാത്രമെന്നും ശോഭ സുരേന്ദ്രൻ. കോൺഗ്രസിൽ നടക്കുന്നത് തമ്മിലടി. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും ഇതുവരെ തയ്യാറെടുപ്പുകളൊന്നുമായില്ലെന്നും KPCC പ്രസിഡന്റ്. വരും തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് അതിജീവനത്തിന്റേതെന്നും K. സുധാകരൻ. കേരളീയം പരിപാടിയുടെ പേരിൽ നടക്കുന്നത് ധൂർത്ത്. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും സർക്കാരിന് നിസ്സംഗതയെന്നും VD സതീശൻ. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധന ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധന ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്.
എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകളിലേക്ക്. കേരളീയം പരിപാടിയുടെ പേരിൽ ദൂർത്താണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഖജനാവിൽ നയാ പൈസ ഇല്ലാത്തപ്പോഴാണ് പരിപാടി നടത്തുന്നത്. ഗുരുതരമായ ധനപ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ശമ്പളവും പെൻഷനും ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. സർക്കാർ പ്രചരണം പാർട്ടി ചെലവിലാണ് നടത്തേണ്ടത്. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ കഴിയാത്ത സർക്കാരാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഗണേശിന് മന്ത്രിസ്ഥാനം നൽകരുതെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഒരു കാരണവശാലും മന്ത്രിയാക്കരുതെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കൊടുക്കാനാണ് ഗണേശ് ശ്രമിച്ചതെന്നും VD സതീശൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഗൂഢാലോചന നടത്തി കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ ഗണേഷ് കുമാറിനെതിരായി കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്നൊരു കേസ്. ആ കേസിൽ അദ്ദേഹം ഹാജരാകുന്നതിന് സ്റ്റേ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ആ കേസ് തള്ളുകയും മജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണ ഗൂഢാലോചന കേസിൽ നേരിടണം ഗണേഷ് കുമാർ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ ഒരു കള്ളക്കേസ്, ഒരു സ്ത്രീ പീഡന കേസ് പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നതിൻ്റെ പേരിൽ വിചാരണ നേരിടുന്ന ശ്രീ ഗണേഷ് കുമാറിനെ ഒരു കാരണവശാലും മന്ത്രിസഭയിൽ അംഗമാക്കരുത് എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും, കാരണം അദ്ദേഹം ആ കേസിൽ വിചാരണ നേരിടാൻ പോകും. നേരത്തെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചത് അദ്ദേഹത്തിൻ്റെ പത്നി മ്യൂസിയം പോലീസിൽ ഒരു കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അദ്ദേഹം ഈ ഗൂഢാലോചന കേസിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരാളെ കള്ളക്കേസിൽപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നതിൻ്റെ പേരിൽ വിചാരണ നേരിടുക. ഒരു കാരണവശാലും അദ്ദേഹത്തെ മന്ത്രിയാക്കരുത് എന്നാണ് ഞങ്ങൾ ആവശ്യം. അശാസ്ത്രീയ മാലിന്യ സംസ്കരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിലാണ് നടപടി. ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പെരിങ്ങോം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഗവൺമെന്റ് ITI പെരിങ്ങോം എന്നിവിടങ്ങളിലെ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴയിട്ടു. കൂടാതെ പാടിയോട്ടുചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രം, ചെറുപുഴ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്ക് എന്നിവിടങ്ങളിലും മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടതായി കണ്ടെത്തി. മേൽസ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. ടീം ലീഡർ MV സുമേഷ്, അംഗങ്ങളായ സിറാജുദ്ദീൻ, K നിതിൻ വത്സലൻ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇന്ന് 10-ാം ഉദയം. കാവുകളും കഴകങ്ങളും ഉണർന്നു. വടക്കന്റെ മണ്ണിൽ ഇനി തെയ്യത്തിന്റെ ചിലമ്പൊലികൾ. കൊളച്ചേരി ചാത്തമ്പള്ളി വിശ്വകണ്ഠൻ ക്ഷേത്രത്തിൽ തെയ്യത്തിന്റെ വെള്ളാട്ടം നടന്നു. കാർഷിക സംസ്കാരവുമായും പ്രകൃതിയുമായും ഈശ്വര ആരാധനയുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും 10-ാം ഉദയത്തിന് പിറകിലുണ്ട്. തറവാടുകളുടെ ഒരു വർഷത്തെ കളിയാട്ടമടക്കമുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും 10-ാം ഉദയ ദിവസമാണ്. ഇടവപ്പാതിയോടെ സത്യപ്രമാണങ്ങൾ ചൊല്ലി അടച്ച കാവുകളും ക്ഷേത്രങ്ങളും തുറന്ന് വിളക്ക് തെളിയിക്കുന്നതും കന്നിക്കൊയ്ത്ത് കഴിഞ്ഞ് 2ാം വിള കൃഷിയിറക്കാൻ കർഷകർ തെരഞ്ഞെടുക്കുന്നതും ഈ ദിവസമാണ്. കന്നുകാലി കർഷകർ തൊഴുത്തിന്റെ കന്നിമൂല വൃത്തിയാക്കി അടുപ്പുകൂട്ടി കാലിച്ചോനൂട്ട് എന്ന നിവേദ്യം സമർപ്പിക്കും. 10-ാം ഉദയ ദിവസം കെട്ടിയാടുന്ന കന്നുകാലി പരിപാലകനായ കാലിച്ചേകോൺ തെയ്യം വീടുകളിലെത്തി തൊഴുത്തിലെ കന്നുകാലികളെ അനുഗ്രഹിച്ച് നിവേദ്യം സമർപ്പിക്കും.
ദിവസം തൊട്ടാണ് കളിയാട്ടക്കാവുകൾ സജീവമാകുന്നതെങ്കിലും ചിലയിടങ്ങളിൽ 10-ാം ഉദയത്തിന് മുൻപ് തന്നെ തെയ്യങ്ങൾ അരങ്ങിലെത്തിക്കഴിഞ്ഞു. കൊളച്ചേരി ചാത്തമ്പള്ളി വിഷകണ്ഠൻ ക്ഷേത്രത്തിൽ തെയ്യത്തിന്റെ വെള്ളാട്ടം നടന്നു. കാലിച്ചേകോൺ തെയ്യത്തിന്റെ ആരൂഢ സ്ഥാനം എന്ന് വിശ്വസിക്കുന്ന കരിവെള്ളൂർ പാലക്കുന്ന് കൂളിക്കാവ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കാലിച്ചേകോനും മറ്റ് തെയ്യങ്ങളും കെട്ടിയാടി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1987 ബാച്ചിന്റെ നേതൃത്വത്തിൽ സൈനിക ദീപ്തി എന്ന പരിപാടി സംഘടിപ്പിച്ചു. ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സുധ PV അധ്യക്ഷത വഹിച്ചു. PV മനീഷ് ശൗര്യചക്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു സൈനികരെ വേറിട്ട ഒരു കാഴ്ചപ്പാടിലൂടെയാണ് കണ്ടുവരുന്നത്. വേറിട്ട ഒരു കാഴ്ചപ്പാടെന്നത് നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുമ്പോൾ ആ പർട്ടിക്കുലർ ഡേയ്സ് മാത്രം സൈനികരെ നല്ല രീതിയിൽ കാണുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ കുറച്ച് നന്മകൾ ഉണ്ട്. പക്ഷേങ്കിൽ അതിനവരെ ആദരിക്കുക അല്ലെങ്കിൽ ബഹുമാനിക്കുക എന്നത് ഒരു കുറച്ച് ചെറിയ കാര്യമായി കാണുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനെപ്പോഴും ആലോചിക്കാറ്, നമ്മൾ ഇതിൻ്റെ അടുത്ത കാലത്ത് മലപ്പുറം എന്ന് പറയുന്ന പാലക്കാട് മലമ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പാറമടയുടെ മുകളിൽ ഒരു ബാബു എന്ന് പറയുന്ന ഒരു ചെറിയ ചെറുപ്പക്കാരൻ, ഒരു കുട്ടി, 21 വയസ്സ് 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി അവിടെ കയറിയപ്പോൾ അദ്ദേഹം ആ പാറമടയിൽ അകപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചിറങ്ങാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം അത് ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ആ ബാബുവിനെ എങ്ങനെ താഴെ ഇറക്കും എന്ന ഒരു വ്യാകുലതയിലായിരുന്നു. ആ വ്യാകുലത ചെന്ന് അവസാനിക്കുന്നത് മറ്റുള്ള എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ വന്നു, രക്ഷിക്കാൻ വേണ്ടി വന്നു. ഇങ്ങനെ ഹെലികോപ്റ്റർ വന്നു, ആ ഹെലികോപ്റ്ററിൽ നിന്ന് അതിന് കെയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അവസാനം പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വന്നു, അവർക്കൊന്നും സാധിക്കാത്ത അവസ്ഥയിൽ അവസാനം സൈന്യത്തെ വിളിക്കുകയും സൈന്യം വന്ന് ഒരു 3 മണിക്കൂർ കൊണ്ട് ബാബുവിനെയും എടുത്തുകൊണ്ട് മുകളിൽ കയറി അങ്ങനെ ഹെലികോപ്റ്ററിൽ കയറ്റിക്കൊണ്ട് ബാബുവിനെ ഹെലിപ്പാഡിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അന്ന് ഞാൻ കണ്ട കാഴ്ച, അന്നത്തെ ആ സീനുകളിൽ അന്നത്തെ ദിവസവും എല്ലാ മാധ്യമങ്ങളും എല്ലാ ദിവസവും എല്ലാവരും അത് കണ്ട് വീക്ഷിക്കുകയും അതിന് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ സൈന്യത്തെ വാഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ തമാശ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കാറ്, കേരളത്തിലെ എല്ലാ മാസവും ഇതേപോലെ ബാബുമാർ ഇങ്ങനെ പാറമടയിൽ കയറണേ, അങ്ങനെ കയറുവാണെങ്കിൽ സൈനികർ വന്ന് വിളിക്കുമ്പോൾ സൈനികർ അവരെ രക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു അനുഭവം, ആ അനുഭവത്തിലൂടെ നമ്മളൊരു സൈനികൻ എന്ന രീതിയിൽ നമുക്കൊക്കെ നല്ല അഭിമാനമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ബാച്ചിലെ അംഗമായ സുരേന്ദ്രൻ KCക്ക് ദേശ് സേവാ പുരസ്കാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ വെച്ച് സിവിലിയൻ ബഹുമതിയായ ബ്രേവ് ഭാരത് പുരസ്കാരവും നൽകി. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തപാൽ സംവിധാനം വഴിയാണ് സതീശനുള്ള പുരസ്കാരം അദ്ദേഹം ജോലി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ വിലാസത്തിൽ അയച്ചത്. ഹരീഷ് ബാബു സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ഷീബ പനോളി, ബീന AM, ജയപ്രകാശൻ K, സുരേന്ദ്രൻ KC, ദിനേശൻ E, ഗീത KP, ലതിക റാം, ഷാജി PP എന്നിവർ പങ്കെടുത്തു. ബസ് വ്യവസായത്തെ തകർക്കുന്ന സർക്കാർ നയത്തിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ ഒക്ടോബർ 31 ഒരു ദിവസം സൂചനയായും നവംബർ 21 മുതൽ അനിശ്ചിതകാലത്തേക്കും ബസ് സമരം നിർത്തിവയ്ക്കുമെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ബസ്സുകളുടെ യാത്രാ നിരക്ക് വർധനവിനൊപ്പം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കും വർദ്ധിപ്പിക്കണമെന്ന റിപ്പോർട്ട് ഒരു വർഷമായിട്ടും നടപ്പിലാക്കിയില്ലെന്നും ഉടമകൾ കുറ്റപ്പെടുത്തി.
പ്രതിസന്ധികൾക്കിടയിൽ സീറ്റ് ബെൽറ്റ്, ക്യാമറ തുടങ്ങി ബസ്സുകൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന കാര്യങ്ങൾ ഏകപക്ഷീയമായി സർക്കാർ നടപ്പിലാക്കുകയാണ്. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഓർഡിനറിയാക്കി മാറ്റുകയും 140 കിലോമീറ്ററിലധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ നിർത്തലാക്കാനും സർക്കാർ തീരുമാനിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുടമകളും ബസ്സുടമ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 31 ചൊവ്വാഴ്ച സൂചനയായി ഒരു ദിവസം ബസ് നിർത്തിവെക്കുവാനും അതിനുശേഷം ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നവംബർ 21 ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുവാനും തീരുമാനിച്ചതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്ന് 31-ാം തീയതി ഒരു സൂചനയായി ബസ് നിർത്തിവെക്കൽ സമരവും ആ സൂചനാ സമരം ഗവൺമെൻറ് അനുകൂലമായി തീരുമാനിച്ചില്ലെങ്കിൽ നവംബർ 21-ാം തീയതി അനിശ്ചിതകാലത്തേക്ക് ബസ് നിർത്തിവെക്കാനും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, അതേപോലെ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ, KVTA, അങ്ങനെ സംസ്ഥാന ലെവലിലുള്ള സംഘടനകളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയെ കാണുകയും സമര നോട്ടീസ് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബസ് നിർത്തിവെക്കൽ സമരവുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതരായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, 14 വർഷമായി സ്റ്റുഡൻസിൻ്റെ ബസ് കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ 2022 മെയ് മാസം നമുക്കൊരു ചാർജ് വർധനവ് തരുമ്പോൾ തന്നെ രാമേന്ദ്രൻ കമ്മീഷൻ വിദ്യാർത്ഥികളുടെ അടക്കമുള്ള ബസ് ചാർജ് വർദ്ധിപ്പിക്കണം, വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ ഒരു മാനദണ്ഡം വേണം, എങ്ങനെ ഏവർക്കെല്ലാം കൊടുക്കണം എന്നുള്ള രീതിയിൽ പ്രതിപാദിച്ച് കേരളത്തിൽ അങ്ങോളമുള്ള സ്കൂളുകളും കോളേജുകളും ബസ് ഉടമസ്ഥന്മാരുടെ ജീവനക്കാരുടെ ഒക്കെ ചെന്ന് ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ് അടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ ബസ് ചാർജ് വർധനവ് നടപ്പിലാക്കുന്നതിന് മുന്നേ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തെങ്കിലും ആ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധനവ് നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് പുതിയതായി ജസ്റ്റിസ് രാമേന്ദ്രനെ തന്നെ രണ്ടാമതൊരു കമ്മീഷനായി നിയമിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുകയും ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഞങ്ങൾ ഗവൺമെൻറ്റുമായി സംബന്ധിച്ചപ്പോൾ ഇപ്പോൾ തൽക്കാലം നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് നിങ്ങളെ കാര്യം രമ്യതയെ തീർക്കുകയെന്ന്, അതുകൊണ്ട് പുതിയൊരു കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് പ്ലാനിംഗ് ബോർഡ് ചെയർമാനായ രവിരാമനെ സാറിന് പുതിയ ഒരു കമ്മീഷന് ശുപാർശ ചെയ്യും. ആ കമ്മീഷനും റിപ്പോർട്ട് ഗവൺമെൻറ് എടുത്ത് കൊടുത്ത് ഈ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധനവ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന. അപ്പോൾ നമ്മൾ അതിനിടയിൽ ഒരു സമരം നടത്തി, 3-4 ദിവസം സമരം ചെയ്തു. അപ്പോൾ അന്നേ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയൊക്കെ ഇടപെട്ട് സമരം വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമരം വിഡ്രോ ചെയ്യുകയും നിങ്ങളുടെ പ്രശ്നം 2 മാസത്തിനുള്ളിൽ നമ്മൾ എത്രയും വേഗം പരിഹരിക്കാമെന്ന് പറഞ്ഞ് വർഷം 1.5 കഴിഞ്ഞു. എന്നിട്ടും വിദ്യാർത്ഥികളുടെ ബസ് ചാർജിന് വർധനവിനെ പറ്റിയിട്ട് ഒരു കാര്യം ഗവൺമെൻറ് മിണ്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഇവർ പല കരിനിയമങ്ങളും നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ്, ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയാണ്. നവംബർ 21 ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുവാനും തീരുമാനിച്ചതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ രാജ്കുമാർ കരുവാരത്ത്, K. വിജയൻ, PK പവിത്രൻ, KP മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണ്ണ വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5680 രൂപ, പവന് 45,440 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്. ഗാന്ധി ജയന്തി വാരാഘോഷം ജില്ലാതല ഉപന്യാസ മത്സരം 28-ന്. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും SSKയുടെയും സഹകരണത്തോടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ജില്ലാതല ഉപന്യാസ മത്സരം ഒക്ടോബർ 28-ന് ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2-ന് കണ്ണൂർ PRD ചേംബറിലാണ് മത്സരം. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി സ്കൂൾ തലങ്ങളിൽ നിന്നും പ്രാഥമിക തലത്തിൽ മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് പങ്കെടുക്കേണ്ടത്. വിദ്യാർത്ഥികൾ സ്കൂൾ അധികൃതരുടെ സാക്ഷ്യപത്രമോ തിരിച്ചറിയൽ കാർഡോ കൊണ്ടുവരണം. ജില്ലാതല മത്സരത്തിൽ നിന്നാണ്
അന്തിമ വിജയികളെ തെരഞ്ഞെടുക്കുക. ഡോക്ടർ നിയമനം. ജില്ലയിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ഒഴിവുകളിൽ ഡോക്ടർമാരെ നിയമിക്കുന്നു. MBBS, TC/MC രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും ബയോഡാറ്റയും സഹിതം ഒക്ടോബർ 30 രാവിലെ 10:30 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാവണം. സംരംഭകത്വ പരിശീലനം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് മത്സ്യമേഖലയിലെ സംരംഭകത്വത്തെക്കുറിച്ച് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. നവംബർ 6 മുതൽ 10 വരെ കളമശ്ശേരി ക്യാമ്പസിലാണ് പരിശീലനം. ഫിഷറീസ്, അക്വാകൾച്ചർ എന്നിവയിലെ സംരംഭകത്വ അവസരങ്ങൾ, മത്സ്യത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അലങ്കാര മത്സ്യകൃഷി, സ്റ്റേറ്റ് ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതികൾ, വ്യവസായ വാണിജ്യ വകുപ്പിന്റെ പദ്ധതികൾ, ഇൻഡസ്ട്രിയൽ വിസിറ്റ്. താൽപ്പര്യമുള്ളവർ ഒക്ടോബർ 30 അപേക്ഷ സമർപ്പിക്കണം. തടികൾ വിൽപ്പനയ്ക്ക്. വനംവകുപ്പിന്റെ കണ്ണോത്ത് ഗവൺമെന്റ് ടിംബർ ഡിപ്പോയിൽ തേക്ക് തടികളുടെ ലേലം നവംബർ 1 നടക്കും. കണ്ണവം റേഞ്ചിലെ 1957, 59, 60 തേക്കിൻ തോട്ടത്തിൽ നിന്നും ശേഖരിച്ച വിവിധ ക്ലാസ്സിൽപ്പെട്ട തേക്ക് തടികൾ വിൽപ്പനയ്ക്കുണ്ട്. ഓൺലൈൻ ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കണ്ണോത്ത് ഗവൺമെന്റ് ടിംബർ ഡിപ്പോയിലും രജിസ്ട്രേഷൻ നടത്താം. പാലിയേറ്റീവ് നഴ്സ് നിയമനം. ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സ് തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒഴിവ്. യോഗ്യത +2, NLM, JPHN കോഴ്സ്, CCPN കോഴ്സ്. പ്രായപരിധി 2023 ജനുവരി 1, 18 - 41 ഇടയിൽ. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ഒക്ടോബർ 31 പേര് രജിസ്റ്റർ ചെയ്യണം. കെയർ ടേക്കർ ഒഴിവ്. ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ കെയർ ടേക്കർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒഴിവുണ്ട്. യോഗ്യത PDC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യവും. സംസ്ഥാന പിന്നോക്ക സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ശിശു സംരക്ഷണ സ്ഥാപനത്തിൽ കെയർ ഗിവറായി 1 വർഷത്തെ പരിചയവും നല്ല ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 2023 ജനുവരി 1, 18 - 41 ഇടയിൽ ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നവംബർ 4 പേര് രജിസ്റ്റർ ചെയ്യണം. കെയർ ടേക്കർ ഒഴിവ് വനിത. ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ കെയർ ടേക്കർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒഴിവുണ്ട്. യോഗ്യത PDC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യവും. സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗീകരിച്ച ഏതെങ്കിലും ശിശു സംരക്ഷണ സ്ഥാപനത്തിൽ കെയർ ഗിവറായി 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായപരിധി 2023 ജനുവരി 1, 18 - 41 ഇടയിലും ഉണ്ടായിരിക്കണം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ അർബൻ നിധി തട്ടിപ്പ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രഹസനം മാത്രമെന്നും ശോഭ സുരേന്ദ്രൻ. കോൺഗ്രസിൽ നടക്കുന്നത് തമ്മിലടി. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും ഇതുവരെ തയ്യാറെടുപ്പുകളൊന്നുമായില്ലെന്നും KPCC പ്രസിഡന്റ്. വരും തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് അതിജീവനത്തിന്റേതെന്നും K സുധാകരൻ. കേരളീയം പരിപാടിയുടെ പേരിൽ നടക്കുന്നത് ധൂർത്ത്. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും സർക്കാരിന് നിസ്സംഗതയെന്നും VD സതീശൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.